കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ. അക്കൗണ്ടന്റുമാരുടെ ഗ്രൂപ്പുകളിലെ ഏറ്റവും വലിയ സംശയമാണ് MGNRE സ്റ്റാഫിന്റെ സാലറിയിൽ നിന്നും എങ്ങനെ EPF പിടിക്കാം, അതെങ്ങനെ റെമിറ്റ് ചെയ്യാം, അതെങ്ങനെ ശ്രാം സുവിധ പോർട്ടൽ വഴി അടയ്ക്കാം. ഈ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. (22/11/2024) 163/2026 എന്ന ഉത്തരവ് പ്രകാരം ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ, സംസ്ഥാന തലങ്ങളിൽ ദിവസവേതന കരാർ ജീവനക്കാർക്ക് എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ആനുകൂല്യം ലഭിക്കാൻ ഉത്തരവായിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ സാലറി കൊടുക്കുന്ന സമയത്ത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പിടിക്കണം. അതിനകത്ത് എംപ്ലോയി ഷെയർ ഉണ്ടായിരിക്കും, എംപ്ലോയർ ഷെയർ ഉണ്ടായിരിക്കും. ആദ്യമേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, MGNREസുകാരുടെ സാലറി കൊടുക്കേണ്ടത് അവരുടെ MGNREസിന് വേണ്ടി തുടങ്ങിയ അക്കൗണ്ടിൽ നിന്നാണ് സാലറി കൊടുക്കേണ്ടത്. പ്രസ്തുത അക്കൗണ്ടിൽ തുക ഇല്ലാത്തതിനാൽ റീകൂപ്പ് ചെയ്യാമെന്ന വ്യവസ്ഥയോടെയാണ് നമ്മുടെ പഞ്ചായത്തുകൾ അഡ്വാൻസ് ആയിട്ട് ഇവർക്ക് പേയ്മെന്റ് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയത്തിൽ, അതായത് ഇവരുടെ EPF അടയ്ക്കുന്ന വിഷയത്തിൽ, നമുക്ക് എല്ലാ പഞ്ചായത്തിലും MGNREസിന് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കും. ആ ബാങ്ക് അക്കൗണ്ടിൽ നെറ്റ് ബാങ്കിങ് സൗകര്യം എനേബിൾ ചെയ്തിരിക്കണം. കാര്യം നെറ്റ് ബാങ്കിങ് വഴി മാത്രമേ ശ്രാം സുവിധ പോർട്ടലിൽ പേയ്മെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുറച്ച് പക്ഷേ MGNREസിന്റെ ബാങ്കിനെങ്കിലും നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി ആഡ് ചെയ്തിരിക്കണം. ഇവിടെ 3 ഘട്ടമായാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ആദ്യഘട്ടം, K-സ്മാർട്ടിൽ ഒരു ഫയൽ അറേസ് ചെയ്ത് MGNREസുകാരുടെ ശമ്പളം അവരുടെ അക്കൗണ്ടിലേക്ക് നൽകാനും, അതുപോലെ അതിൻ്റെ റിക്കവറി, EPFന്റെ റിക്കവറി സെക്രട്ടറിയുടെ പേരിലുള്ള നമ്മുടെ MGNREസിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റാനുള്ള ഒരു ഫയൽ, അതിൻ്റെ ക്ലെയിം, പേയ്മെന്റ് ഓർഡർ, പേയ്മെന്റ്, ഇത്രയും കാര്യങ്ങൾ ആദ്യഘട്ടം. രണ്ടാം ഘട്ടം, MGNREസിന്റെ ഈ അക്കൗണ്ടിലേക്ക് വരുന്ന ഈ റിക്കവറി തുകകൾ ഡിമാൻഡ് ചെയ്ത് രസീത് ചെയ്യണം. മൂന്നാമത്തെ ഘട്ടം, പേയ്മെന്റിനായിട്ട് ലഭിക്കുന്ന ഈ തുകകൾ റിക്കവറി പേയ്മെന്റ് സർവീസ് വഴി പേയ്മെന്റ് ചെയ്യണം. അവസാനമായി ശ്രാം സുവിധ പോർട്ടൽ വഴി എങ്ങനെ ഓൺലൈനായിട്ട് നെറ്റ് ബാങ്കിങ് വഴി ഈ തുക എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ഓഫീസർക്ക് അടയ്ക്കാമെന്നും, റിക്കവറി അടച്ച ശേഷം EPF റിക്കവറി ഹെഡുകൾ ലെഡ്ജറിൽ എങ്ങനെ പരിശോധിക്കാമെന്നും നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യും. MGNREസ് ജീവനക്കാരുടെ ശമ്പളം നൽകുന്നതിനും അതിൽ നിന്നുള്ള റിക്കവറി, EPFന്റെ റിക്കവറി തുക സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നതിനും വേണ്ടി ആദ്യം നമുക്കൊരു ഫയൽ എടുത്ത് അതിനകത്ത് ക്ലെയിം ചെയ്യണം. അതെങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, അത് കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ പഞ്ചായത്തിൽ MGNREസിന്റെ സ്റ്റാഫ് ഉണ്ടായിരിക്കും. അവർക്ക് നമ്മൾ പഞ്ചായത്തിൽ നിന്ന് അഡ്വാൻസ് ആയിട്ട് പൈസ കൊടുക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ പൈസ അവരുടെ സാലറി അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് എങ്കിൽ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന പോലെയുള്ളൊരു പ്രൊസീഡിങ്സ് തയ്യാറാക്കി വെക്കണം. ഒരിക്കൽ തയ്യാറാക്കി വെച്ചാൽ എല്ലാ മാസവും അതിനകത്ത് വേഡ് ഫയലാണെങ്കിൽ എഡിറ്റ് ചെയ്താൽ മതി. ഈ പ്രൊസീഡിങ്സ് തയ്യാറാക്കി വെച്ചിട്ട് വേണം ഇതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുക. കാര്യം അപ്പോൾ നമുക്ക് റിക്കവറി തുകകൾ എത്രയെന്ന് ആദ്യമേ തന്നെ ഒന്ന് നോക്കി വെക്കാൻ പറ്റും. ഇതേ എനിക്കിവിടെ ഞാനിപ്പോൾ ഒരു പ്രൊസീഡിങ്സ് സ്ക്രീനിൽ കാണിക്കാം. എൻ്റെ ഓഫീസിൽ NRG സെല്ലിൽ ഒരു AEയും 2 AITമാരും ഉണ്ട്. അവരുടെ ജൂൺ മാസത്തെ ശമ്പളമാണ് പ്രൊസീഡ് ചെയ്യേണ്ടത്. അതേ നോക്കൂ, ഈ പ്രൊസീഡിങ്സിൽ ആദ്യ 3 കോളങ്ങളിൽ കരാർ ജീവനക്കാരുടെ പേര് വിവരങ്ങളാണ് ഉള്ളത്. ഇവിടെ ആദ്യത്തെ റോയിൽ NRG AEയുടെ പേരാണ്. അവർക്ക് നേരെ 4ാം കോളത്തിൽ നോക്കി ജൂൺ മാസം ലഭിക്കേണ്ട അവരുടെ ഗ്രോസ് സാലറി, അതായത് എല്ലാം ഉൾപ്പെടെയുള്ള സാലറി. അടുത്ത കോളത്തിൽ EPFന്റെ എംപ്ലോയി ഷെയർ, ഇവിടെ അത് 1800 രൂപയാണ്. ഇനി 6ാം കോളത്തിൽ എംപ്ലോയി ഷെയർ കഴിച്ചുള്ള നെറ്റ് സാലറി, എംപ്ലോയി ഷെയർ അവരെ നിന്ന് പിടിക്കണം, അത് കഴിച്ചുള്ള നെറ്റ് സാലറിയാണ് 6ാമത്തെ കോളത്തിൽ. 7ാമത്തെ കോളത്തിൽ EPFലെ എംപ്ലോയറുടെ ഷെയർ, ഇവിടെ അത് 1800 ആണ്. പരമാവധി 1950 രൂപ വരെ ഞാൻ 1800 കാണിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്നത്. ഇത് അവസാന കോളത്തിൽ ആകെ എന്ന ഭാഗത്ത് AEയുടെ ജൂൺ മാസത്തെ ഗ്രോസ് സാലറിയുടെ കൂടെ എംപ്ലോയർ ഷെയറായ 1800 രൂപ കൂടി കൂട്ടി ലഭിക്കുന്ന ഫിഗറാണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, അവിടെ ഗ്രോസ് സാലറി രേഖപ്പെടുത്തുമ്പോൾ നിലവിലെ ഗ്രോസ് സാലറി പ്ലസ് എംപ്ലോയർ ഷെയറൂടെ കൂട്ടി ഉള്ളത് രേഖപ്പെടുത്തണം. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുന്നതായിരിക്കുന്നു. അതായത് ആ ഒരു തുകയാണ് ആ ജീവനക്കാരിയുടെ തനത് ഫണ്ടിൽ നിന്ന് മാറേണ്ട അഡ്വാൻസ് തുക. ഇത്രയും പൈസ നമുക്ക് റീകൂപ്പ് ചെയ്ത് മെഷീനിൽ നിന്ന് കിട്ടേണ്ട പൈസയാണ്. അതായത് അവരുടെ ശമ്പളത്തോടൊപ്പം എംപ്ലോയറുടെ ഷെയർ കൂടി നമ്മളിപ്പോൾ തൽക്കാലം കൊടുക്കുകയാണ്. അതുകൂടി നമുക്ക് എന്ത് ചെയ്യണം, റീകൂപ്പ് ചെയ്ത് മെഷീനിൽ നിന്ന് തിരിച്ചു കിട്ടണം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ
2-3 റോകളിലായിട്ട് NRJ സെല്ലുള്ള മറ്റ് 2 AITമാരുടെ വിവരങ്ങളും ഈ പറഞ്ഞ പോലെ തന്നെ തയ്യാറാക്കി വെക്കണം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, EPF ഓൺലൈനായിട്ട് ചെയ്യുന്നതിന് 5 കരാർ ജീവനക്കാർക്ക് വരെ അഡ്മിൻ എക്സ്പെൻസ് പരമാവധി 500 രൂപയും ഇൻഷുറൻസ് ഫോർ ഡെപ്പോസിറ്റിലേക്ക് ഒരാൾക്ക് 75 രൂപ തോതിലും ചെലവ് വരുന്നതാണ്. ഈ ചെലവും കൂടി അഡ്വാൻസ് ഹെഡിൽ നിന്നും മാറണം എന്നത് മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ക്ലെയിം ചെയ്യാൻ. അതായത് ഇതിനു വേണ്ടി ഓൺലൈൻ ചെയ്യാൻ വേണ്ടി വരുന്ന തുകയും അതുപോലെ തന്നെ ഇൻഷുറൻസ് ഓഫ് ഡെപ്പോസിറ്റിലേക്ക് വേണ്ടി വരുന്ന തുകയും കൂടി നോക്കിക്കണ്ടു വേണം എന്ത് ചെയ്യാനാ നമ്മൾ ഇതിൻ്റെ ക്ലെയിം ചെയ്യാൻ. ഒന്നുകൂടി സ്ക്രീൻ നോക്കുക. ഇവിടെ എനിക്ക് 3 കരാർ എംപ്ലോയീസ് ഉള്ളത് കൊണ്ട് അഡ്മിൻ എക്സ്പെൻസ് ആയിട്ട് 500 രൂപ കാണിക്കാം. ഇൻഷുറൻസ് ഫോർ ഡെപ്പോസിറ്റിലേക്ക് ഒരാൾക്ക് 75 രൂപ തോതിൽ 225 രൂപ അടക്കം ആകെ 725 രൂപ അത് റിക്കവറിയിൽ വരും. ഈ വിവരമാണ് ഞാനിവിടെ അവസാനം ഈ പ്രൊസീഡിങ്സിന്റെ അവസാന റോയിൽ കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു ടേബിൾ പ്രൊസീഡിങ്സ് തയ്യാറാക്കിയാൽ ഈ 3ാമത്തെ കോളത്തിൽ ശമ്പള ഇനത്തിൽ ആകെ ഗ്രോസ് തുക, മറ്റു കോളങ്ങളിൽ റിക്കവറീസ് ഓരോ ഇനത്തിൻ്റെയും ഗ്രോസ് തുക എന്നിവ മനസ്സിലാക്കാൻ പറ്റും. കൂടാതെ ഈ അവസാന കോളത്തിലെ ഈ ഭാഗത്ത് കാണുന്ന 85,665 രൂപയാണ് എംപ്ലോയർ ഷെയർ അടക്കം ജൂൺ മാസത്തെ ശമ്പളത്തിൽ നിന്നും അതായത് തനത് ഫണ്ടിലെ അഡ്വാൻസ് ഹെഡിൽ നിന്നും മാറേണ്ട ആകെ തുക. ഇതേ പ്രൊസീഡിങ്സിന്റെ അവസാനത്തെ പാരയിൽ ഇതേപോലെ പ്രത്യേക ടേബിളാക്കി 3 MGNRGS ജീവനക്കാർ, അതായത് എത്ര MGNRGS ജീവനക്കാർ നിങ്ങളുടെ ഓഫീസിന് അവരുടെയും NRGS ബാങ്ക് അക്കൗണ്ട് ഹോൾഡറായ സെക്രട്ടറിയുടെയും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ രേഖപ്പെടുത്തണം. പ്രൊസീഡിങ്സ് തയ്യാറാക്കാൻ ഇതും കൂടി ചെയ്യണം. NRGS ജീവനക്കാർക്ക് ഞാൻ ആദ്യം എയുടെ അക്കൗണ്ട് നേരെ അവരുടെ ജൂൺ മാസത്തെ ഗ്രോസ് സാലറിയിൽ നിന്ന് EPF എംപ്ലോയി ഷെയർ ആയ 1,800 രൂപ കഴിച്ചുള്ള തുക രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് അവർക്ക് ബാങ്ക് അക്കൗണ്ടിൽ സാലറി ഇനത്തിൽ കിട്ടേണ്ടത്. അതുപോലെ തന്നെ മറ്റ് 2 AITമാരുടെ ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കേണ്ടത് അവരുടെ ഗ്രോസ് സാലറിയിൽ നിന്ന് EPF എംപ്ലോയി ഷെയർ ആയ 1,800 രൂപ കഴിച്ചുള്ള തുകയാണ്. ഇതൊന്ന് വെരിഫൈ ചെയ്ത് ഉറപ്പാക്കിക്കൊള്ളണം. ഇവിടെ അവസാന ബെനിഫിഷ്യറിയായി NRGSന്റെ ബാങ്ക് അക്കൗണ്ട് ഹോൾഡറായ സെക്രട്ടറിയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകിയതിന് നേർക്ക് 3 പേരുടെയും EPF എംപ്ലോയി ഷെയർ, അതായത് 1,800 × 3 അതായത് 5,400 രൂപ പ്ലസ് 3 പേരുടെയും എംപ്ലോയർ ഷെയർ, ഇവിടെ 1,800 തന്നെയാണ്, അതും 1,800 × 3 5,400 പ്ലസ് അഡ്മിൻ എക്സ്പെൻസ് ആയ 500 രൂപയും ഇൻഷുറൻസ് ഫോർ ഡെപ്പോസിറ്റിലേക്ക് ഒരാൾക്ക് 75 രൂപ നിരക്കിൽ 225 രൂപയും അടക്കം 11,525 രൂപ ഇവിടെ NRGSന്റെ ബാങ്ക് അക്കൗണ്ട് സെക്രട്ടറിയുടെ പേർക്കും ചേർത്തിനടുത്ത്. സംഭവം ഇത്രയേ ഉള്ളൂ. നമുക്ക് NRGSൽ 3-4 സ്റ്റാഫ് ഉണ്ടെന്ന് വിചാരിക്കുക. അവർക്ക് ഓരോരുത്തർക്കും ലഭിക്കേണ്ട ശമ്പളം ഗ്രോസ് സാലറിയിൽ നിന്ന് എംപ്ലോയിയുടെ ഷെയർ കുറച്ചിട്ടുള്ള പൈസ അവർക്ക് ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കും. ക്ലിയർ? എത്ര സ്റ്റാഫ് ഉണ്ട് അവർക്ക് എംപ്ലോയി ഷെയർ കുറച്ചിട്ടുള്ള തുക അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കും. PFലെ എംപ്ലോയി ഷെയർ കുറച്ചിട്ടുള്ള തുക അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കും. നമ്മൾ സെക്രട്ടറി തന്നെ ഒരു ബെനിഫിഷ്യറി ആഡ് ചെയ്തിട്ടുണ്ട് MGNRGSന്റെ അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുത്തിട്ട്. അതായത് ഇവരിൽ നിന്ന് പിടിക്കുന്ന ഈ റിക്കവറി തുക എംപ്ലോയി ഷെയറും എംപ്ലോയർ ഷെയറും അതുപോലെ തന്നെ ഈ പറഞ്ഞ അതർ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിന്റെ തുകയും എവിടെ പോയി കിടക്കണം? MGNRGSന്റെ അക്കൗണ്ടിലേക്ക് പോകണം. അവിടെ നിന്നാണ് അത് പേയ്മെന്റ് ചെയ്ത് ഷംസുദ പോർട്ടലിലേക്ക് കൊടുക്കുന്നത്. മനസ്സിലായി കാണും. വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും വിശദീകരിക്കാൻ കാരണം ഇങ്ങനൊരു പ്രൊസീഡിങ്സ് നിങ്ങൾ ഒറ്റത്തവണ തയ്യാറാക്കി വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് നോക്കി കറക്റ്റ് ചെയ്യാൻ പറ്റും. അടുത്ത മാസം ശമ്പളം കൊടുക്കുമ്പോൾ ഈ പ്രൊസീഡിങ്സ് എഡിറ്റ് ചെയ്ത് തന്നെ പുതിയ പ്രൊസീഡിങ്സ് ആക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ക്ലെയിം ചെയ്യാൻ പോവുകയാണ്. MGNRGS സാലറിക്കുള്ള റിക്വസ്റ്റ് തന്നു. നമ്മൾ സാലറി കൊടുക്കാൻ പോവുകയാണ്. സാലറി അവർക്ക് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അഡ്വാൻസ് കൊടുക്കാൻ ആവശ്യമായ തുക നമ്മുടെ ബജറ്റിനകത്ത് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. അതായത് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കും. ഓപ്പറേഷണൽ എക്സ്പെൻഡിച്ചർ എന്ന മേജർ ഗ്രൂപ്പിൽ ഫങ്ഷണൽ ആക്ടിവിറ്റി ഓഫ് ലോക്കൽ ബോഡി എന്ന സബ് ഗ്രൂപ്പിൽ 460, 5,005 അഡ്വാൻസ് ടു MGNRGS ഓർ AUEGS എന്ന ഹെഡിൽ ആവശ്യത്തിന് തുക വകയിരുത്തിയിരിക്കണം. വകയിരുത്തിയില്ലെങ്കിൽ ബജറ്റ് എൻട്രി ചെയ്ത് എമൗണ്ട് വകയിരുത്തണം. അപ്പോൾ NRGS ജീവനക്കാരുടെ ശമ്പളം കൊടുക്കാനും റിക്കവറി പിടിച്ച് ബാങ്കിലേക്ക് മാറ്റാനും വേണ്ടിയുള്ള ഫയൽ ഓപ്പൺ ചെയ്യേണ്ടത് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന സർവീസിലാണ്. ഓപ്പറേറ്റർ ലോഗിനിൽ ഫയൽ എറേസ് ചെയ്യണം. ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച പ്രൊസീഡിങ്സ് ഉണ്ടല്ലോ, അത് ആദ്യമേ തന്നെ ഡ്രാഫ്റ്റിൽ ഒന്ന് അറ്റാച്ച് ചെയ്യണം. ഡ്രാഫ്റ്റ് ഭാഗത്ത് നിന്ന് അറ്റാച്ച് ചെയ്യണം. ഡ്രാഫ്റ്റ് ലെറ്റർ അല്ലെങ്കിൽ പ്രൊസീഡിങ്സ് ഭാഗത്ത് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. അതൊന്നും തൽക്കാലം അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇവിടെ ക്ലർക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് സർവീസിൽ ഫയൽ എറേസ് ചെയ്ത് ആയത് ഓപ്പൺ ചെയ്യുന്നു. ഈ സർവീസിലേക്ക് ആവശ്യമായ എല്ലാവരെയും മാപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ആദ്യമേ ഉറപ്പിക്കണം. ബെനിഫിഷ്യറീസ് ആഡ് ചെയ്യുന്നതിന് എനിക്കിവിടെ 2 NRGS AE ഉണ്ട്, 2 AITമാരുണ്ട്.
അപ്പോൾ 4 പേരായി. ഇനി EPF റിക്കവറി തുക മാറ്റാൻ വേണ്ടി MGNRESന്റെ അക്കൗണ്ട് സെക്രട്ടറി ബെനിഫിഷ്യറി ആയിട്ട് MGNRESന്റെ അക്കൗണ്ട് ആഡ് ചെയ്യണം. സെക്രട്ടറി ആയിരിക്കാം, അല്ലെങ്കിൽ BPO ആയിരിക്കാം, ആരായാലും അവരുടെ അക്കൗണ്ട് കൂടി ആഡ് ചെയ്യണം. സാധാരണ ക്ലെയിം ചെയ്യുന്ന പോലെ തന്നെ മുകളിൽ ജനറൽ ഫീച്ചർ മെനുവിൽ നിന്ന് ക്ലെയിം സെലക്ട് ചെയ്യുന്നു. ബജറ്റ് എൻട്രി നടത്തിയ പോലെ ബജറ്റ് ഗ്രൂപ്പ് ഓപ്പറേഷണൽ എക്സ്പെൻഡിച്ചർ, ബജറ്റ് സബ് ഗ്രൂപ്പ് ഫംഗ്ഷണൽ ആക്ടിവിറ്റീസ് ഓഫ് LB, അതിനുശേഷം ജനറേറ്റ് ക്ലെയിം ടാബ് ക്ലിക്ക് ചെയ്യണം. ബജറ്റ് എൻട്രി നടത്തിയ പോലെ അഡ്വാൻസ് ടു NREGS ഈ റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്യുന്നു. ഫണ്ട് എന്ന ഭാഗത്ത് നിന്ന് ഓൺ ഫണ്ട് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ക്ലെയിം എമൗണ്ട് എന്ന് കാണുന്ന സ്ഥാനത്ത് നമ്മൾ പ്രൊസീഡിങ്സ് പ്രകാരം തയ്യാറാക്കിയ EPF എംപ്ലോയർ ഷെയർ അടക്കമുള്ള ആകെ ചെലവ് തുക, അതായത് 85,665 രൂപയാണ് എൻ്റർ ചെയ്യേണ്ടത്. ഞാൻ ആ പ്രൊസീഡിങ്സ് സ്ക്രീനിൽ കാണിച്ചു തരാം. ക്ലെയിം നെയിം NREGS സ്റ്റാഫ് സാലറി ഫോർ ജൂൺ എന്ന് കൊടുത്തു. ഇനി പേയി ഡീറ്റെയിൽ എന്ന് പറയുന്ന ഭാഗത്ത് സെലക്ട് പേയി ക്ലിക്ക് ചെയ്ത് ഇവിടെയുള്ള NREGS കരാർ ജീവനക്കാരെയും NREGSന്റെ ബാങ്ക് അക്കൗണ്ട് ഹോൾഡറായ BPO അല്ലെങ്കിൽ സെക്രട്ടറിയും കൂടി സെലക്ട് ചെയ്തു. NREGS കരാർ ജീവനക്കാരുടെ പേരിന് നേരെ അവരുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കേണ്ട തുക എൻ്റർ ചെയ്യണം. അതായത് നമ്മുടെ പ്രൊസീഡിങ്സിൽ അവസാന പാരഗ്രാഫിൽ ആ ടേബിൾ പ്രകാരം സൂചിപ്പിച്ച തുക ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഗ്രോസ് സാലറിയിൽ നിന്ന് എംപ്ലോയി ഷെയർ കഴിച്ചിട്ടുള്ള തുകയാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ട കാര്യം. അതായിരിക്കുമല്ലോ അവരുടെ അക്കൗണ്ടിൽ കിട്ടേണ്ടത്. ഇത് അവസാനം NREG ബാങ്ക് അക്കൗണ്ട് ഹോൾഡറായ സെക്രട്ടറി അല്ലെങ്കിൽ BPയുടെ പേരിന് നേർക്ക ഈ 3 ജീവനക്കാരുടെ റിക്കവറി അല്ലേ, 1,800 വെച്ച് എംപ്ലോയി ഷെയർ 3 പേർക്കുള്ളത് 5,400, എംപ്ലോയർ ഷെയർ 1,800 വെച്ച് 3 പേർക്ക് 5,400 പ്ലസ് അഡ്മിൻ എക്സ്പെൻഡിച്ചർ ആയിട്ട് 500 രൂപ പ്ലസ് 225 രൂപ എല്ലാം കൂടി ചേർത്ത് 11,525 രൂപ ഈ അവസാന ഭാഗത്ത് നമ്മുടെ സെക്രട്ടറിയുടെ അക്കൗണ്ടിൽ നേർക്കും രേഖപ്പെടുത്തി. തുകകളൊക്കെ പ്രൊസീഡിങ്സിലെ പോലെ തന്നെ അല്ലേ എന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്തോളണം. ഇതിന് ശേഷം സേവ് ചെയ്തോ വെരിഫിക്കേഷന് വേണ്ടി HC അല്ലെങ്കിൽ JSന്റെ ലോഗിനിലേക്ക് പോകും. ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന പോലെ ഒരു ക്ലെയിം തയ്യാറാക്കി അത് HC അല്ലെങ്കിൽ JSന് വെരിഫിക്കേഷന് വേണ്ടി പോവുകയാണ്. ഇതുവരെ പറഞ്ഞതിൽ ക്ലാരിറ്റി കുറവൊന്നും ഇല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഇത്രയും നേരം പറഞ്ഞ സിമ്പിൾ കാര്യമാണ്. ലോജിക്കലി ആലോചിച്ചാൽ വളരെ സിമ്പിൾ കാര്യമാണ്. ഇപ്പോൾ ക്ലെയിം ഫയൽ നേരെ വെരിഫയർ ആയ HC അല്ലെങ്കിൽ JSന്റെ ലോഗിനിൽ വന്നു. ഏതൊരു ക്ലെയിം ഫയലും വെരിഫൈ ചെയ്യുന്ന പോലെ തന്നെ വെരിഫൈ ചെയ്യുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. വളരെ വേഗത്തിലാണ് പോകുന്നത്. ഡീറ്റെയിലേക്കൊന്നും കിടക്കുന്നില്ല. മുകളിലെ ഫിനാൻസ് ടാബ് HC അല്ലെങ്കിൽ JS ഫിനാൻസ് ടാബ് ക്ലിക്ക് ചെയ്തു തയ്യാറാക്കിയ ക്ലെയിം പരിശോധിക്കുന്നു. താഴെ കാണുന്ന വെരിഫൈ ക്ലിക്ക് ചെയ്യുന്നു. അപ്രൂവറായ സെക്രട്ടറിക്ക് ക്ലെയിം ഫയൽ സബ്മിറ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, HC ക്ലെയിം വെരിഫൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു പ്രൊസീഡിങ്സ് ഡ്രാഫ്റ്റ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൂടി ഒന്ന് വെരിഫൈ ചെയ്യണം. ഓക്കെ, ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടില്ല, അതുകൂടി ഒന്ന് ചെയ്യണം. ഇതിപ്പോൾ ഫയൽ നേരെ അപ്രൂവർക്ക് സെക്രട്ടറിക്ക് കിട്ടിക്കഴിഞ്ഞു. സെക്രട്ടറി ലോഗിൻ ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിനാൻസ് ടാബ് ക്ലിക്ക് ചെയ്തു. ആദ്യമേ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡ്രാഫ്റ്റ് പ്രൊസീഡിങ്സ് ഒന്ന് അപ്രൂവ് ചെയ്യണം. ഇനി ക്ലെയിം പരിശോധിക്കുന്നു. താഴെ കാണുന്ന അപ്രൂവ് ക്ലിക്ക് ചെയ്തു. ഫയൽ പേയ്മെൻറ്റോട് തയ്യാറാക്കാൻ വേണ്ടി അക്കൗണ്ടിൻ്റെ ലോഗിനിലേക്ക് ലഭിക്കും. ഇപ്പോൾ ആദ്യ സ്റ്റെപ്പ് ക്ലെയിം തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമുക്കറിയാം പേയ്മെൻറ്റോട് ചെയ്യാൻ വേണ്ടി അക്കൗണ്ടന്റ് ലോഗിനിൽ ഫയൽ എത്തും. അപ്പോൾ ഈ അപ്രൂവ് ചെയ്ത ക്ലെയിമിന് മുകളിൽ പേയ്മെന്റ് ഓർഡർ ചെയ്യാൻ വേണ്ടി അക്കൗണ്ടന്റ് ലോഗിനിൽ പ്രവേശിച്ചു. സാധാരണ പേയ്മെന്റ് ഓർഡർ ചെയ്യുന്ന പോലെ തന്നെ ജനറൽ ഫീച്ചറിൽ നിന്ന് പേയ്മെന്റ് ഓർഡർ സെലക്ട് ചെയ്തു. ഇപ്പോൾ ലഭിക്കുന്ന പേജിലെ ഒന്നാമത്തെ അക്കൗണ്ടിനായ പേ ഓർഡറിന് താഴെ തയ്യാറാക്കിയ ക്ലെയിം കാണാൻ കഴിയും. ഇവിടെ ക്ലെയിം തുക 85,665 രൂപയാണ്. അതിന് നേരെ സ്റ്റാറ്റസ് ബ്ലാങ്ക് ആണ്. വലത്തെ അറ്റത്തുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബജറ്റ് എൻട്രി നടത്തിയ വിവരം, ക്ലെയിം എമൗണ്ട് എന്നിവ ആദ്യ ഭാഗത്ത് കാണാം. ഡെബിറ്റ് ഹെഡ് എന്ന ഭാഗത്ത് അഡ്വാൻസ് ടു MGNRES ഓർ AUEGS എന്നത് കോംബോയിലുള്ളതുപോലെ സെലക്ട് ചെയ്യണം. ക്ലെയിം എമൗണ്ട് ഓട്ടോമാറ്റിക്കായി വരുന്നതാണ്. ശേഷം പ്രൊസീഡ് ക്ലിക്ക് ചെയ്യണം. പേയ് ഡീറ്റെയിൽ എന്നതിലെ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന ഭാഗത്ത് ഓൺ ഫണ്ട് സെലക്ട് ചെയ്യണം. എനിക്കിവിടെയുള്ള 3 NRES കരാർ ജീവനക്കാരുടെയും NREG ബാങ്ക് അക്കൗണ്ട് ഹോൾഡറായ സെക്രട്ടറി അല്ലെങ്കിൽ BPയുടെയും പേരിന് നേർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കേണ്ട തുകകളൊക്കെ തന്നെ പ്രൊസീഡിങ്സിലെ ടേബിളിൻ പ്രകാരം തന്നെയാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണം. ആ ചെക്ക് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. പ്രൊസീഡ് ക്ലിക്ക് ചെയ്തു. റിമാർക്ക് രേഖപ്പെടുത്തിയ ശേഷം സേവ് ചെയ്യുന്നു. പേയ്മെന്റ് ഓർഡർ തയ്യാറാക്കപ്പെട്ട് കഴിഞ്ഞു. ഈ പേയ്മെന്റ് ഓർഡർ ഇനി വീണ്ടും ആർക്ക് പോകും? HC അല്ലെങ്കിൽ JSന് പോകും. പിന്നീട് അപ്രൂവലിനായിട്ട് സെക്രട്ടറിക്കും പോകും. ഇത് ഞാൻ ഈ പേയ്മെന്റ് ഓർഡർ അപ്രൂവ് ചെയ്യുന്ന ഭാഗം സ്പീഡിന് പോകാം. HC ലോഗിൻ ചെയ്താൽ HC എന്ത് ചെയ്യുന്നു? സാധാരണ പോലെ പേയ്മെന്റ് ഓർഡർ വെരിഫൈ ചെയ്യുന്ന പോലെ തന്നെ ഫിനാൻസ് ടാബിൽ നിന്ന് തയ്യാറാക്കിയ പേയ്മെന്റ് ഓർഡർ പരിശോധിച്ചു. ആ ഒരു
താഴെ കാണുന്ന വെരിഫൈ ഒന്ന് ക്ലിക്ക് ചെയ്തു. ഫയൽ ഇപ്പോൾ നേരെ പേയ്മെൻറ്റ് ഓർഡർ അപ്രൂവർക്ക് കിട്ടും. അപ്രൂവർ ഇതേപോലെ, അപ്രൂവർ സെക്രട്ടറിയാണ്, അപ്രൂവർ ഇതേപോലെ തന്നെ ലോഗിൻ ചെയ്തു. ഈ ഫയൽ എന്ത് ചെയ്തു? ആ ഫയലിലെ ഫിനാൻസ് ക്ലിക്ക് ചെയ്തു, അതിലെ പേയ്മെൻറ്റ് ഓർഡർ അപ്രൂവ് ചെയ്തു. സെക്രട്ടറി പേയ്മെൻറ്റ് ഓർഡർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നേരെ ഫയൽ പേയ്മെൻറ്റ് ഓർഡർ ഓതറൈസ് ചെയ്യാൻ വേണ്ടി പ്രസിഡന്റിന് പോകും. പ്രസിഡന്റ് ലോഗിൻ ചെയ്തു. ഈ ഫയലിലെ പേയ്മെൻറ്റ് ഓർഡർ അപ്രൂവ് ചെയ്തു. ഫയൽ നേരെ ഇനി പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി അക്കൗണ്ടന്റ് ലോഗിനിലേക്ക് ലഭിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലെയിം ചെയ്തു. ക്ലെയിമിന് പുറത്ത് നമ്മൾ പേയ്മെൻറ്റ് ഓർഡർ ചെയ്തു. ക്ലിയർ? ഇനി പേയ്മെൻറ്റ് പ്രോസസ്സാണ് അക്കൗണ്ടന്റ് ചെയ്യേണ്ടത്. അക്കൗണ്ടന്റ് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി തൻ്റെ ലോഗിനിൽ പ്രവേശിച്ചു. പേയ്മെൻറ്റ് ഓർഡർ ചെയ്തു വന്ന ഈ ഫയൽ ഓപ്പൺ ചെയ്തു. മുകളിൽ ജനറൽ ഫീച്ചർ മെനു വന്ന പേയ്മെൻറ്റ് സെലക്ട് ചെയ്തു. ഇനി ലഭിക്കുന്ന പേജിൽ ഏറ്റവും താഴെ തയ്യാറാക്കിയ പേയ്മെൻറ്റ് ഓർഡർ ഇങ്ങനെ കാണാൻ കഴിയും. എനിക്കിവിടെ പേയ്മെൻറ്റ് ഓർഡർ തയ്യാറാക്കി വെച്ച തുക 85,665 രൂപയാണ്. ഇതിനാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അതിന് നേരെ സ്റ്റാറ്റസ് ബ്ലാങ്ക് ആണ്. ഇത് വലത്തേരത്തുള്ള 3 ഡോട്ടിൽ നിന്നും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വ്യൂ ബട്ടൺ അവിടെ കിട്ടും. ബഡ്ജറ്റ് ഡീറ്റെയിൽ, അക്കൗണ്ട് ഹെഡ് എന്നീ അക്കോർഡിയൻസിന് കീഴിൽ പരിശോധന മാത്രം മതി. എൻട്രി ഒന്നും അവിടെ ചെയ്യേണ്ടതില്ല. ഇവിടെ മോഡ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്ന ഭാഗത്താണ് ചെക്ക് വിവരങ്ങൾ എൻട്രി ചെയ്യേണ്ടത്. അത് നമുക്കിത് എങ്ങനെ എൻട്രി ചെയ്യുമെന്ന് നോക്കാം. അതെ, മോഡ് ഓഫ് പേയ്മെന്റ് ചെക്ക് സെലക്ട് ചെയ്തു. എക്സിസ്റ്റിംഗ് ചെക്ക് വേണോ എന്നുള്ളതിന് നമ്മൾ ആവശ്യമില്ലാത്തതിനാൽ മെസ്സേജ് ബോക്സിലെ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഒരു ചെക്ക് എഴുതേണ്ടത്, ഇതിന്റെ ഒരു സീക്വൻസ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. ഒരു ചെക്ക് എഴുതേണ്ടത് MG NRG സാറുടെ ശമ്പളത്തിന് വേണ്ടിയാണ് അല്ലേ. നിങ്ങളുടെ ബാങ്കിന്റെ അവസ്ഥ അനുസരിച്ച് 1 2 ചെക്ക്, ചിലപ്പോൾ മറ്റ് അക്കൗണ്ടുകളാണെങ്കിൽ 2 ചെക്ക് വേണ്ടി വരും. എന്തായാലും മിനിമം ഒരു ചെക്ക് എഴുതേണ്ടത് MG NRG സാറുടെ ശമ്പളം അവരുടെ അക്കൗണ്ടിൽ കൊടുക്കാൻ വേണ്ടിയാണ്. മറ്റേ ചെക്ക് എഴുതേണ്ടത് എന്തിനായിരിക്കും? ഇതിൽ പറഞ്ഞിരിക്കുന്ന ആ റിക്കവറി തുക നമ്മൾ ഒറ്റ ഹെഡിലാണ് കാണിച്ചത്. ആ തുക എവിടെ പോകണം? സെക്രട്ടറിയുടെ പേരിലുള്ള NRES അക്കൗണ്ടിലേക്ക് മാറ്റിയിടണം. അപ്പോൾ മിനിമം 2 ചെക്ക് ഇവിടെ എഴുതണം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്തു. നോക്കിയേ, നെക്സ്റ്റ് ചെക്ക് നമ്പർ, ഡേറ്റ് എന്നിവ ഓട്ടോമാറ്റിക്കായി ബോക്സിൽ വന്നിട്ടുണ്ട്. ഇത് പേ ഡീറ്റെയിൽ എന്ന ഭാഗത്തേക്ക് പോകുന്നു. ഇവിടെ ആ 3 NRES ജീവനക്കാരുടെയും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഹോൾഡറായ സെക്രട്ടറിയുടെയും അല്ലെങ്കിൽ BPയുടെയും പേര് നേരെ അവരുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കേണ്ട തുകകൾ പേയ്മെന്റ് ഓർഡർ തയ്യാറാക്കിയത് പോലെ അവിടെ വന്നിട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ച് എൻട്രി ഒന്നും ഇവിടെ ചെയ്യേണ്ടതില്ല. പരിശോധിച്ച് ഉറപ്പ് വരുത്തിയാൽ മതി. റിമാർക്ക് രേഖപ്പെടുത്തിയ ശേഷം സേവ് ചെയ്യണം. സബ്മിറ്റ് കൊടുത്താൽ ഫയൽ നേരെ വെരിഫയർക്ക് വെരിഫിക്കേഷന് വേണ്ടി പോകും. വേറൊന്നും ഇനിയിപ്പോൾ ഇല്ല. വെരിഫയർ നേരെ എന്ത് ചെയ്യുകയാണ്? വെരിഫയർ ലോഗിൻ ചെയ്തു, HSC അല്ലെങ്കിൽ JS ലോഗിൻ ചെയ്തു. ഈ ഫയലിൻ്റെ പേയ്മെൻറ്റ് വെരിഫൈ ചെയ്തു, സെക്രട്ടറിക്ക് അപ്രൂവർക്ക് വിട്ടു. അപ്രൂവർ ഇതേപോലെ തന്നെ എന്ത് ചെയ്തു? ലോഗിൻ ചെയ്തു. ഫയലിൽ നിന്ന് പേയ്മെൻറ്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ പേയ്മെൻറ്റ് അപ്രൂവായി. പേയ്മെൻറ്റ് അപ്രൂവ് ആയപ്പോഴേക്ക് ആ ചെക്ക് പ്രകാരം ആ സ്റ്റാഫുകൾക്ക് കിട്ടേണ്ട ശമ്പളം അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിപ്പെട്ടു. സെക്രട്ടറിയുടെ അക്കൗണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, റിക്കവറി തുകകളെല്ലാം കൂടെ കാണിച്ചുകൊണ്ട് സെക്രട്ടറിയുടെ MG NRESന്റെ അക്കൗണ്ടിലേക്ക് ആ റിക്കവറി തുകകളെല്ലാം കൂടി അവിടെയും ചെന്ന് കിടപ്പുണ്ട്. ഇപ്പോൾ ഇതുവരെയും കൺഫ്യൂഷൻ ഒന്നുമില്ല എന്ന് കരുതുന്നു. ഇപ്പോൾ ഒരു മെയിൻ ഘട്ടം ഇപ്പോൾ കഴിഞ്ഞു. ഇനി നമുക്ക് സെക്രട്ടറിയുടെ അക്കൗണ്ടിൽ കുറേ പൈസ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ റിക്കവറി അടയ്ക്കുകയും വേണം. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോൾ സെക്രട്ടറിയുടെ MG NRESന്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ വന്നിട്ടുണ്ട് അല്ലേ, അതിന് രസീത് ചെയ്യണം. എന്നാലല്ലേ KSmartന് അറിയാൻ കഴിയത്തുള്ളൂ ഇത്ര തുകകൾ വന്നു എന്ന്. റിക്കവറി അടയ്ക്കാനുള്ള പൈസ ആയതുകൊണ്ട് അത് നമ്മൾ റിക്കവറി ഹെഡിൽ തന്നെ രസീത് ചെയ്യണം. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ചെയ്ത് ചെക്ക് വഴി ഇട്ട സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട പൈസ, MG NRESന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട പൈസയ്ക്ക് ഒരു രസീത് ചെയ്യണം. രസീത് ചെയ്യുമ്പോഴായിരിക്കും ബന്ധപ്പെട്ട ഹെഡുകളിൽ അതിൻ്റെ വരവ് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഞാൻ രസീത് ചെയ്യാൻ വേണ്ടി എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന സർവീസിൽ തന്നെ സാലറിക്കായി എടുത്ത അതേപോലെ ഒരു ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്തു. അതിനകത്ത് ഡിമാൻഡ് തയ്യാറാക്കാൻ പോവുകയാണ്. ഇപ്പം ഞാൻ ഡിമാൻഡ് തയ്യാറാക്കാൻ വേണ്ടി ഓപ്പറേറ്റർ ആരാണ് അവര് ലോഗിൻ ചെയ്തു. എസ്റ്റാബ്ലിഷ്മെന്റ് സർവീസിൽ സാലറിക്കായിട്ട് എടുത്ത ഫയൽ ചെയ്യാൻ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയും പുതിയൊരു ഫയൽ എടുത്ത് ചെയ്യാൻ പറയും. ഞാൻ പുതിയൊരു ഫയൽ എടുത്ത് ഡിമാൻഡ് ചെയ്യാൻ പോവുകയാണ്. പുതിയൊരു ഫയൽ എടുത്തു. പേര് ഡിമാൻഡ് ഫോർ EPF റിക്കവറി എന്ന പേര് കൊടുത്തു. ഫയൽ ഓപ്പൺ ചെയ്തു, സേവ് ചെയ്ത് ഫയൽ എറൈസ് ചെയ്ത് സേവ് ചെയ്തതിനു ശേഷം ഇൻബോക്സ് ചെയ്യുന്ന ഫയൽ ഓപ്പൺ ചെയ്തു. ആദ്യം തന്നെ മുകളിൽ ജനറൽ ഫീച്ചർ മെനുവിൽ നിന്ന് ബെനിഫിഷ്യറി സെലക്ട് ചെയ്തു. ഇപ്പൊ നമുക്ക് NRES ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പൈസ ലഭിച്ചത് അല്ലേ. അപ്പൊ നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം? സെക്രട്ടറിയുടെ തനത് ഫണ്ട് ആയതുകൊണ്ട് സെക്രട്ടറിയെ തന്നെ റെമിറ്റർ എന്ന രീതി ഒരു ബെനിഫിഷ്യറി തൽക്കാലം ആഡ് ചെയ്യും. നമുക്കിവിടെ ആകെ ഒരു ഡിമാൻഡ് ചെയ്യേണ്ട ജോലി മാത്രമേ ഉള്ളൂ, അതിനുവേണ്ടി മാത്രമാണ്. ഇനി ഈ ജനറൽ ഫീച്ചർ മെനുവിൽ നിന്ന് ഫിനാൻസ് ടാബിൽ നിന്ന് ആദ്യം കാണുന്ന ഡിമാൻഡ് സെലക്ട് ചെയ്യണം. ഇപ്പോൾ ലഭിക്കുന്ന പേജിൽ
രണ്ടാമതുള്ള പേയർ ഡീറ്റെയിൽ എന്ന ഭാഗത്ത് പേയറായി സെക്രട്ടറിയെ സെലക്ട് ചെയ്യണം. ഫണ്ട് എന്ന ഭാഗത്ത് ഓൺ ഫണ്ട് സെലക്ട് ചെയ്യുന്നു. ഇൻസ്ട്രുമെന്റ് എന്ന ഭാഗത്ത് ഇപ്പോഴൊന്നും കൊടുക്കണ്ട. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ NRESന്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റിയിട്ട പൈസയ്ക്ക് രസീത് ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ട് ആദ്യം ഡിമാൻഡ് ചെയ്യണം. അപ്പോൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ ഹെഡ് തെറ്റരുത്, ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും രസീത് വരുന്നത്. ഇത് ആദ്യം ചെയ്യേണ്ടത് ഹെഡ് കോഡ് കോംബോയിൽ നിന്ന് ആദ്യം 350 20 21 റിക്കവറി പേയബിൾ EPF സെലക്ട് ചെയ്യണം. വർഷം 25-26, പീരീഡ് മന്ത്ലി എന്ന് കൊടുക്കുക. എമൗണ്ട് ഓർമ്മയാണല്ലോ, നമുക്ക് ആദ്യം കൊടുക്കേണ്ടത് 5400 രൂപ, അതായത് എംപ്ലോയിയുടെ ഷെയർ 3 പേർക്കുള്ള 5400 രൂപ. ആ ഹെഡിലേക്കാണ് ഡിമാൻഡ് വേണ്ടത്. കൊണ്ട് ഞാൻ 5400 രൂപ കൊടുത്തു, എൻ്റർ കൊടുത്തു. പ്രൊസീഡിങ്സ് ചെക്ക് ചെയ്ത് എമൗണ്ട് ഉറപ്പിച്ചോളണം. ഫണ്ട് ഓൺ ഫണ്ട് ശേഷം ഈ പ്ലസ് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റിക്കവറി പേയബിൾ EPF തുക താഴെ സേവ് ആയതായിട്ട് കാണാം. ഇത് വീണ്ടും മുകളിൽ പോയിട്ട് ഹെഡ് കോഡ് കോംബോയിൽ നിന്ന് EPF എംപ്ലോയർ ഷെയർ ഡിമാൻഡ് ചെയ്യുന്നതിനായിട്ട് 350 1302 എംപ്ലോയർ ലൈബിലിറ്റി EPF സെലക്ട് ചെയ്യണം. വർഷം 25-26, പീരീഡ് മന്ത്ലി, എമൗണ്ട് 5400 തന്നെയാണ്, അതും അവിടെ കൊടുക്കുക. ഫണ്ട് ഓൺ ഫണ്ട് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഈ പ്ലസ് ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മൾ എംപ്ലോയി ഷെയറും എംപ്ലോയർ ഷെയറും EPFന്റെ ഇതിനകത്തേക്ക് ആഡായി, ഡിമാൻഡിലേക്ക് ആഡായി. ഇനി ഒന്നുകൂടി ഉണ്ടല്ലോ. അവസാനമായിട്ട് നമുക്ക് അഡ്മിൻ എക്സ്പെൻസ് ആയിട്ട് 5000 രൂപ ആഡ് ചെയ്യണം. ഇൻഷുറൻസ് ഫോർ ഡെപ്പോസിറ്റിലേക്ക് പിടിച്ച് 225 രൂപ അടക്കം 725 രൂപ കൂടി ആഡ് ചെയ്യണം അല്ലേ. അത് ആഡ് ചെയ്യാൻ വേണ്ടി അതർ റിക്കവറി ഹെഡിൽ ഡിമാൻഡ് ചെയ്യണം. അതിനായിട്ട് മുകളിൽ ഹെഡ് കോഡ് കോംബോയിൽ നിന്ന് 350 20 28 റിക്കവറി പേയബിൾ അതർ റിക്കവറി സെലക്ട് ചെയ്തു. വർഷം 25-26, പീരീഡ് മന്ത്ലി, എമൗണ്ട് 725 രൂപ കൊടുത്ത് എൻ്റർ ചെയ്യുക. പ്രൊസീഡിങ്സ് ചെക്ക് ചെയ്തു. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇതിപ്പോൾ മുഴുവൻ ഡിമാൻഡ് വിവരങ്ങളും ആഡ് ആയിട്ടുള്ളതായിട്ട് കാണാം ഫയലിനകത്ത്. P&L ഇൻട്രസ്റ്റ് എന്ന ഭാഗത്തുനിന്ന് ഒന്നും കൊടുക്കണ്ട, റിമാർക്ക് കൊടുക്കുക. പ്രിവ്യൂ ചെക്ക് ചെയ്ത ശേഷം സേവ് ആൻഡ് സബ്മിറ്റ് കൊടുക്കുക. ഇപ്പോൾ ഡിമാൻഡ് ഫയൽ വെരിഫൈഡ് ലോഗിനിൽ HSC അല്ലെങ്കിൽ JSന്റെ ലോഗിനിൽ ലഭിക്കും. HSC അല്ലെങ്കിൽ JS ലോഗിൻ ചെയ്ത് വെരിഫയർ ലോഗിൻ ചെയ്തോ ഇൻബോക്സിൽ നിന്ന് ഡിമാൻഡ് ഫോർ EPF റിക്കവറി എന്ന പേരിലുള്ള ഫയൽ ഓപ്പൺ ചെയ്തോ മുകളിൽ ഫിനാൻസ് ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റായി ഡിമാൻഡ് വെരിഫൈ ചെയ്യേണ്ട പേജ് ലഭിക്കും. റെമിറ്റർ ഡീറ്റെയിൽ നോക്കി റിക്കവറി ഹെഡുകളെല്ലാം പരിശോധിച്ചു. വെരിഫയർക്ക് പ്രത്യേകിച്ച് എൻട്രി ഒന്നുമില്ല, വെരിഫിക്കേഷൻ മാത്രമേ അവർ വെരിഫൈ ചെയ്തു. ഫയൽ നേരെ ഡിമാൻഡ് അപ്രൂവ് ചെയ്യാൻ വേണ്ടി സെക്രട്ടറിക്ക് ലഭിക്കും. സെക്രട്ടറി ഇതേ രീതിയിൽ എന്ത് ചെയ്യുന്നു, ഫയൽ ഓപ്പൺ ചെയ്തു, അതിൽ ഡിമാൻഡ് എടുത്തു, അപ്രൂവ് ചെയ്തു. ഇപ്പോൾ ഡിമാൻഡ് അപ്രൂവ് ആയി. ഡിമാൻഡ് അപ്രൂവ് ആയി കഴിഞ്ഞാൽ ആ ഡിമാൻഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു രസീത് നമ്മൾ ചെയ്യണം. ശരിയല്ലേ? ഓപ്പറേറ്ററായ ക്ലർക്കിൻ്റെ ലോഗിനിലേക്ക് ഫയൽ ഇപ്പോൾ തിരിച്ചെത്തും. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഒരു ഒരു ഫയലിൽ എങ്ങനെ ഡിമാൻഡ് ചെയ്യണമെന്ന് കൂടി നമ്മൾ പഠിച്ചു. ഇനി അതിനകത്ത് നമുക്ക് രസീത് ചെയ്യാം. രസീത് കൂടി ചെയ്താൽ മാത്രമേ K-സ്മാർട്ടിലെ അക്കൗണ്ടിലേക്ക്, K-സ്മാർട്ടിൻ്റെ ഹെഡുകളിലേക്ക്, റിക്കവറി ഹെഡുകളിലേക്ക് ഈ തുക വരികയുള്ളൂ. ഇപ്പം ജസ്റ്റ് ഒരു രസീത് ഒരു പൈസ മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി ഇതിനെ നമ്മൾ രസീത് ചെയ്ത് അതത് ഹെഡുകളിലേക്ക് കൊണ്ടുവരണം. ഈ തുക ഫ്രണ്ട് ഓഫീസിൽ നിന്ന് പോയി രസീത് ചെയ്യേണ്ട കാര്യമില്ല. അക്കൗണ്ടന്റ് ലോഗിനിൽ ഡയറക്റ്റ് രസീത് കാർഡ് വഴി നമുക്ക് ചെയ്യാം. എങ്ങനെ ചെയ്യുമെന്ന് കാണിച്ചു തരാം. അക്കൗണ്ടന്റ് ലോഗിൻ ചെയ്തു. ഫിനാൻസ് മാനേജ്മെന്റ് മോഡ്യൂളിന് കീഴിലെ ഡയറക്റ്റ് രസീത് കാർഡ് ക്ലിക്ക് ചെയ്തു. ഈ ലഭിക്കുന്ന പേജിൽ ടെമ്പററി ഡിമാൻഡിന് കീഴിൽ ഡിമാൻഡ് നമ്പർ, ഫയൽ നമ്പർ, ഇൻസ്ട്രുമെന്റ് നമ്പർ, നെയിം ഏത് വിവരം വേണമെങ്കിലും വെച്ച് സെർച്ച് ചെയ്യാം. ഞാനിവിടെ EPF റിക്കവറി തുകയായ 11,525 രൂപ എമൗണ്ട് ഭാഗത്ത് എൻ്റർ കൊടുത്തു. ഗെറ്റ് ഡേറ്റ ക്ലിക്ക് ചെയ്തു. താഴെ ഇപ്പോൾ ഇതേപോലെ തയ്യാറാക്കി വെച്ച ഡിമാൻഡ് വിവരങ്ങൾ കാണാം. നമുക്ക് രസീതാണ് ചെയ്യേണ്ടത്. അതിന് നേർക്കുള്ള റെസിപ്റ്റ് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഒരു പുതിയ പേജ് ഓപ്പൺ ചെയ്ത് വരും. ഇവിടെ റെമിറ്റർ ഡീറ്റെയിൽ, P&L ഇൻട്രസ്റ്റ് എന്നീ ഭാഗങ്ങളൊന്നും ചെയ്യേണ്ട. പേയർ ഡീറ്റെയിലിൻ്റെ ഭാഗത്ത് സെക്രട്ടറിയുടെ പേരും തുകയും വന്നിട്ടുണ്ടായിരിക്കും. തൊട്ടു താഴെ ഇൻസ്ട്രുമെന്റ് ഡീറ്റെയിൽ, ഇൻസ്ട്രുമെന്റ് ടൈപ്പ് ഡയറക്ട്ലി ക്രെഡിറ്റഡ് ടു ബാങ്ക് എന്ന് കൊടുക്കണം. കാര്യം ഈ പൈസ നേരിട്ട് ബാങ്കിൽ വന്നാണ് ഡയറക്ട്ലി ക്രെഡിറ്റഡ് ടു ബാങ്ക് കൊടുക്കുക. ട്രാൻസാക്ഷൻ നമ്പർ എന്നത് തുക NRESന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെട്ട റെഫറൻസ് നമ്പർ കൊടുത്താൽ മതി. ഡേറ്റ് എന്നത് തുക NRES ബാങ്കിൽ ക്രെഡിറ്റ് ചെയ്യപ്പെട്ട തീയതിയാണ്. ഡെപ്പോസിറ്റ് ബാങ്ക് ഏത് ബാങ്കിലാണോ പൈസ വന്നത്, ഇവിടെ NRESന്റെ ബാങ്കിലാണ്, അത് അവിടെ കൊടുക്കുക. തുക 11,525 രൂപ വന്ന് കാണാം. ആഡ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് താഴെ അക്കൗണ്ട് ഹെഡ് എന്ന ഭാഗത്ത് നമ്മുടെ ഓരോ EPF റിക്കവറി ഹെഡും അതിന് നേരെയുള്ള തുകയും കാണാം. ഇവിടെ ഒരു കാര്യം ചെയ്യാനുള്ളത്, ഇൻസ്ട്രുമെന്റ് മോഡ് എന്ന ഭാഗത്ത് ഇതേപോലെ കോംബോയിൽ നിന്ന് നമ്മുടെ NRES ബാങ്ക് നെയിം സെലക്ട് ചെയ്യണം. ആ ഒരു ബാങ്ക് മാത്രമേ സെലക്ട് ചെയ്യാൻ വരികയുള്ളൂ.
പ്രൊസീഡിങ്സിലുള്ള പോലെ തന്നെയാണോ NRES അക്കൗണ്ടിലേക്ക് പോകേണ്ട തുക ആകെ വന്നിട്ടുള്ളത് എന്ന് ഉറപ്പിക്കണം. റിമാർക്ക് രേഖപ്പെടുത്തി താഴെ കാണുന്ന ഈ ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ഡിമാൻഡിന് പുറത്ത് ഒരു രസീത് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇതോടെ നമ്മുടെ രണ്ടാം ഘട്ടവും പൂർത്തിയായി. അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞു, ഒന്നും കൂടി പറയാം. NRESന് സാലറി കൊടുക്കാൻ വേണ്ടി ക്ലെയിം ചെയ്തു, ക്ലെയിമിന് പുറത്ത് പേയ്മെന്റ് ഓർഡർ ചെയ്തു, പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അത്രയും പൈസ എവിടെ വന്നു? ആ പേയ്മെന്റ് അവരുടെ സ്റ്റാഫിന് കിട്ടേണ്ട പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് കിട്ടി. സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക് റിക്കവറി പൈസയും വന്നു. റിക്കവറി എന്നുള്ള ഹെഡിലല്ല നമ്മൾ ചെയ്തത്. അതുകൊണ്ട് അതിനെ ആ റിക്കവറിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത്രയും ഹെഡുകൾ ഡിമാൻഡ് ചെയ്തു, റിക്കവറി ഹെഡിലേക്ക് രസീത് ചെയ്തു. ഇപ്പോൾ ഇത് രസീത് ചെയ്യുന്നതും കഴിഞ്ഞു. പ്രധാനപ്പെട്ട 2 ഘട്ടങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഡിമാൻഡ് ചെയ്തു, അതിന് രസീത് ചെയ്തു. രസീത് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ലെഡ്ജറുകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പൈസ വന്നിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതിന്റെ അക്കൗണ്ടന്റ് ലോഗിൻ ചെയ്തു. ഫിനാൻസ് മാനേജ്മെന്റ് മോഡ്യൂളിന് കീഴിലെ റിപ്പോർട്ട് എന്ന കാർഡ് ക്ലിക്ക് ചെയ്തു. ഈ പേജിൽ നിന്ന് ലഭിക്കുന്ന ലെഡ്ജർ സെലക്ട് ചെയ്തു. ഫ്രം ടു ഡേറ്റ് ചെയ്ത ശേഷം ഹെഡ് എന്ന ബോക്സിൽ നമ്മൾ പിടിച്ചിട്ട റിക്കവറി 350-13-02 എംപ്ലോയർ ലയബിലിറ്റി EPF സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കിയേ. ലെഡ്ജറിൽ നമ്മൾ പിടിച്ചു വെച്ച റിക്കവറി വിവരം 5400 രൂപ കണ്ടോ? ക്രെഡിറ്റ് സൈഡിൽ വന്നതായിട്ട് കാണാം, രസീത് വന്നതായിട്ട് കാണാം. ഇതേപോലെ 350-20-28 റിക്കവറി പേബിൾ അതർ റിക്കവറി ഹെഡിൽ 725 രൂപയും 350-20-21 റിക്കവറി പേബിൾ EPF ലെഡ്ജറിന്റെ ക്രെഡിറ്റ് സൈഡിൽ 5400 രൂപയും വന്നിട്ടുള്ളതായിട്ട് കാണാം. അപ്പോൾ പൈസ കറക്റ്റായിട്ട് ലെഡ്ജറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും രസീത് ചെയ്ത് കഴിഞ്ഞിട്ട് ലെഡ്ജർ ഒന്ന് പരിശോധിക്കണം. ഇനി 3-ാം ഘട്ടം. ഇപ്പോൾ നമ്മൾ എല്ലാ റിക്കവറി തുകകളും കൂടി സെക്രട്ടറിയുടെ MG NRESന്റെ അക്കൗണ്ടിൽ ഇവിടെ 11,525 രൂപ NRESന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ തുക MG NRESന്റെ എംപ്ലോയി EPF IDയിലേക്ക് സാംസുവിധ പോർട്ടൽ വഴി പേയ്മെന്റ് ചെയ്യണം. അക്കൗണ്ടന്റാണ് ചെയ്യേണ്ടത്. സാംസുവിധ പോർട്ടൽ വഴി പേയ്മെന്റ് ചെയ്യണം. അതെങ്ങനെ ചെയ്യും? പുതിയൊരു കാര്യമാണ് അക്കൗണ്ടന്റുമാർക്ക്. അതെങ്ങനെ ചെയ്യുമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു നോക്കുക. മിക്കവാറും പഞ്ചായത്ത് സാംസുവിധ പോർട്ടലിൽ ലോഗിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾ ആരെങ്കിലും ചെയ്യാനുണ്ട് എങ്കിൽ സെക്രട്ടറിയുടെ പാനും ആധാർ നമ്പറും മറ്റ് വിവരങ്ങളും കൊടുത്തൊരു യൂസർ ID സെറ്റ് ചെയ്യണം അതിനകത്ത്. അതിനുശേഷം NRESലെ ജീവനക്കാരെ എൻറോൾ ചെയ്യുകയും വേണം. കുറേ പേര് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യം സാംസുവിധ പോർട്ടലിൽ ചെയ്ത് ഒരു ലോഗിൻ ID ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ സെക്രട്ടറിയുടെ മൊബൈലിലേക്ക് ഒരു ലിങ്ക് ലഭിക്കുന്നത്. ഇതേപോലെ ആ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ദ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് സൈറ്റ് പേജിലെത്തും. ഇവിടെ യൂസർ ID, പാസ്വേഡ് എന്നിവ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യണം. ഈ പറയുന്നതിന് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ സാംസുവിധ പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്തു. വലതുവശത്ത് എംപ്ലോയർ പ്രൊഫൈൽ കാണാൻ കഴിയും. മുകളിൽ പേയ്മെന്റ് എന്ന മെനുവിന് കീഴിലെ പേയ്മെന്റ് ECR എന്ന സബ് മെനു ക്ലിക്ക് ചെയ്യണം. ഇവിടെ ഈ കാണുന്ന ECR അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഈ കാണുന്ന ഡൗൺലോഡ് ECR ഫയൽ ക്ലിക്ക് ചെയ്യാം. ഫയൽ ടൈപ്പ് ECR, മന്ത് ഏത് മാസത്തെയാണോ അതിവിടെ ജൂൺ ആണ്, ജൂൺ 2025 എന്നിവ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ബ്ലൂ കളറിൽ കാണുന്ന ഡൗൺലോഡ് ECR ഫയൽ എന്നത് ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു എക്സൽ ഫയൽ ഡൗൺലോഡ് ആയത് ഓപ്പൺ ചെയ്യണം. നമ്മുടെ പഞ്ചായത്തിലെ NRES കരാർ ജീവനക്കാരുടെ വിവരങ്ങളൊക്കെ ഈ എക്സൽ ഫയലിനകത്ത് ഉണ്ടായിരിക്കും. എനിക്കിവിടെ 3 പേരാണുള്ളത്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. ഈ എക്സൽ പേജിൽ ഗ്രോസ് വേജ് എന്ന കോളത്തിൽ അവരുടെ ജൂൺ മാസത്തെ ആകെ ശമ്പളം എൻ്റർ ചെയ്യണം. EPF വേജ് എന്നതിലും അതേ ഗ്രോസ് സാലറി എൻ്റർ ചെയ്യണം. EDLI വേജസിന് കീഴിൽ EPF പിടിക്കുന്നതിന് വേണ്ടുന്ന മിനിമം സാലറിയായ 15,000 രൂപ എൻ്റർ ചെയ്താണ്. EPF കോൺട്രിബ്യൂഷൻ റെമിറ്റഡിന് കീഴിൽ എംപ്ലോയർ ഷെയറായ 1,800 രൂപ എൻ്റർ ചെയ്യണം. EPF EPS ഡിഫറൻസ് റെമിറ്റഡിന് കീഴിൽ എംപ്ലോയി ഷെയറായ 1,800 രൂപയും ഇതേപോലെ എൻ്റർ ചെയ്യണം. ഇനി മുഴുവൻ വിവരങ്ങൾ എൻ്റർ ചെയ്തതിനു ശേഷം മുകളിൽ ഫയൽ മെനുവിൽ നിന്ന് ഈ സേവ് സെലക്ട് ചെയ്ത് ഇതേപോലെ നമ്മുടെ സിസ്റ്റത്തിൽ ഒരു ഫോൾഡറിൽ സേവ് ചെയ്യണം. സേവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫയൽ ടൈപ്പ് .csv കൊടുക്കണം. എക്സലായിട്ടല്ല, .csv ഫോർമാറ്റിൽ വേണം കൊടുക്കേണ്ടത്. ഞാനിവിടെ എൻ്റെ ഫയൽ നെയിം എനിക്ക് മനസ്സിലാവുന്ന ഒരു പേര് കൊടുത്ത് ചേഞ്ച് ചെയ്തു. ശേഷം ഫോൾഡറിൽ നിന്ന് ആ സേവ് ചെയ്തു വെച്ച ഫയൽ ഒന്ന് എടുക്കുക. ഓപ്പൺ ചെയ്യണ്ട. ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് ചൂസ് അനദർ ആപ്പ്, അതിൽ നിന്ന് നോട്ട് പാഡ് മോഡിൽ ഫയൽ ഓപ്പൺ ചെയ്യണം. ഇപ്പം ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ചെയ്ത് ലഭിക്കും. ഇതിൻ്റെ
ഹെഡ്ലൈൻ ആയിട്ടുള്ള റീഫണ്ട് ഓഫ് അഡ്വാൻസ് വരെ സെലക്ട് ചെയ്ത് അത്രയും ഭാഗങ്ങൾ ഡിലീറ്റ് ചെയ്യണം. അതിനുശേഷം എഡിറ്റ് മെനു ക്ലിക്ക് ചെയ്ത് അതിലെ റീപ്ലേസ് മെനു സെലക്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ബോക്സ് ലഭിക്കും. അതിൽ കോമയ്ക്ക് പകരം സ്ലൈഡ് ഹാഷ് സിമ്പിളുകളിലേക്ക് റീപ്ലേസ് ചെയ്യേണ്ടത് കൊണ്ട് ഇതേപോലെ എൻ്റർ ചെയ്ത് ഈ കാണുന്ന റീപ്ലേസ് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഈ നോട്ട് പാഡ് ഫയലും ഇതേപോലെ പുതിയൊരു പേരിൽ സേവ് ചെയ്യണം. ഇനി ഈ നോട്ട് പാഡ് ഫയൽ ക്ലോസ് ചെയ്യുക. തിരികെ EPFന്റെ സൈറ്റിലേക്ക് വരിക. പേയ്മെന്റ് മെനുവിൽ നിന്ന് പേയ്മെന്റ് ECR സെലക്ട് ചെയ്യുക. ശേഷം ഈ കാണുന്ന ECR അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക. ലഭിക്കുന്ന പേജിൽ നിന്ന് ബ്ലൂ കളറിൽ കാണുന്ന ഈ ECR അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക. മന്ത് ജൂണ് സാലറി ഡിസ്പേഴ്സൽ ഡേറ്റ് എന്നത് NRE ജീവനക്കാർക്ക് സാലറി ക്രെഡിറ്റ് ആയ തീയതി അത് കൊടുക്കുക. സെലക്ട് ഫയൽ എന്ന ഭാഗത്ത് ഇതേപോലെ നേരത്തെ സേവ് ചെയ്തു വെച്ച നമ്മുടെ നോട്ട് പാഡ് ഫയൽ അപ്ലോഡ് ചെയ്യണം. ഫയൽ ടൈപ്പ് ECR റിമാർക്സ് രേഖപ്പെടുത്തുക. ശേഷം ഈ കാണുന്ന അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫയൽ വാലിഡേഷൻ സക്സസ്ഫുൾ എന്ന മെസ്സേജ് മുകളിൽ വന്നതായിട്ട് കാണാൻ പറ്റും. ശേഷം താഴെ കാണുന്ന ഈ ഗ്രീൻ കളറിൽ വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ലഭിക്കുന്ന ഈ പേജിൽ നിന്നും എഗ്രി ക്ലിക്ക് ചെയ്യണം. ഇപ്പൊ തയ്യാറാക്കിയ വിവരങ്ങൾ നമ്മൾ തയ്യാറാക്കിയ വിവരങ്ങൾ ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയും. ഒപ്പം കഴിഞ്ഞ മാസങ്ങളിലെ EPF റെമിറ്റൻസ് വിവരങ്ങളും കിട്ടും. നമുക്ക് ഇവിടെ നമ്മുടെ ജൂൺ മാസത്തെ എൻട്രിക്ക് നേരെ കാണുന്ന ഈ പ്രിപ്പയർ ചെല്ലാൻ ക്ലിക്ക് ചെയ്യണം. ഈ പേജിൽ കാണുന്ന മുഴുവൻ വിവരങ്ങളും ശരിക്കും വായിച്ചു മനസ്സിലാക്കുക. EPF എംപ്ലോയി ഷെയർ 5400, EPF എംപ്ലോയർ ഷെയർ 5400, EDLI കോൺട്രിബ്യൂഷൻ 225, അഡ്മിൻ എക്സ്പെൻസ് 500, ഗ്രോസ് വേജ്, ടോട്ടൽ ചെലാൻ കോസ്റ്റ് 11,525 എന്നിവയൊക്കെ ഇവിടെ കാണാൻ പറ്റും. താഴെ ഭാഗത്ത് ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് എന്നതിൽ 3, നമ്പർ ഓഫ് എക്സ്ക്ലൂഡ് എംപ്ലോയീസ് 0, എക്സ്ക്ലൂഡ് വേജസ് 0 എന്നിവ രേഖപ്പെടുത്തി ജനറേറ്റ് ചെല്ലാൻ ക്ലിക്ക് ചെയ്യണം. ഇപ്പൊ ഇങ്ങനൊരു മെസ്സേജ് ലഭിക്കും. ഓക്കെ കൊടുക്കണം. ചെല്ലാൻ സക്സസ്ഫുള്ളി ജനറേറ്റഡ് എന്നൊരു മെസ്സേജ് കിട്ടും. ഇവിടെ ഈ എൻട്രിക്ക് നേരെ കാണുന്ന ഫൈനലൈസ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. വലിയൊരു പ്രോസസ്സാണ് ഇപ്പൊ നമ്മൾ പൂർത്തിയാക്കിയത്. ഇനി നമുക്ക് NRESന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നെറ്റ് ബാങ്കിങ് സൗകര്യം ഉപയോഗിച്ച് ഇതിന് പേയ്മെന്റ് ചെയ്യുകയാണ് അടുത്ത ജോലി. അതെങ്ങനെ ചെയ്യും നോക്കാം. ഇപ്പൊ നമ്മൾ തയ്യാറാക്കിയ ചെല്ലാൻ ലിസ്റ്റിന് വലത്തേ അറ്റത്തുള്ള ബ്ലൂ കളറിൽ കാണുന്ന ഈ പേ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഇപ്പൊ ഓൺലൈൻ പേയ്മെന്റ് നടത്താൻ ഒരു പുതിയ വിൻഡോ ലഭിക്കും. ഞാൻ ഇവിടെ എന്റെ NRES ബാങ്ക് ആയ കാനറ ബാങ്ക് സെലക്ട് ചെയ്തു. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ലഭിക്കുന്ന പേജിൽ നിന്ന് ഈ പേ ക്ലിക്ക് ചെയ്യണം. നെറ്റ് ബാങ്കിങ് ഓപ്പൺ ആയി വരുമ്പോൾ ബാങ്കിൽ നിന്ന് ലഭിച്ച ഓൺലൈൻ ട്രാൻസാക്ഷന് വേണ്ടിയുള്ള യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലഭിക്കുന്ന വിവരം പരിശോധിച്ച് നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം കൺഫേം കൊടുക്കുക. ഇപ്പോൾ ലഭിക്കുന്ന വിൻഡോയിൽ NRES ബാങ്കിൽ നിന്ന് ലഭിച്ച ട്രാൻസാക്ഷൻ പാസ്വേഡും OTPയും എൻ്റർ ചെയ്യണം. സബ്മിറ്റ് കൊടുക്കുക. ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്നൊരു മെസ്സേജ് ബോക്സ് ലഭിക്കും. അതിന് താഴെ കാണുന്ന ഈ ബ്ലൂ കളർ ക്ലിക്ക് ചെയ്ത് കൺഫർമേഷൻ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത് സേവ് ചെയ്ത് വെക്കണം. ഈ റിപ്പോർട്ടിൽ കാണുന്ന ട്രാൻസാക്ഷൻ ഐഡിയാണ് നമ്മൾ നോക്കി വെച്ചിട്ട് KSmartൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ അവിടെ ഓൺലൈൻ ഭാഗത്ത് റെഫറൻസ് നമ്പർ ആയിട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ 2 പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ കഴിഞ്ഞു. ഇനി അവസാന ഘട്ടം. ഇത്രയും കാര്യം കുറച്ചെങ്കിലും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു തവണ നമ്മൾ ചെയ്ത് നോക്കുമ്പോഴേ ഇതിന്റെ കൺഫ്യൂഷൻ ഫുള്ള് മാറത്തുള്ളൂ. ഇപ്പൊ നമ്മൾ NRESന്റെ റിക്കവറി തുക ആദ്യം സെക്രട്ടറിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകി അവിടെ നിന്ന് ശ്രം സുവിധ പോർട്ടൽ വഴി എംപ്ലോയി EPF IDയിലേക്ക് റെമിറ്റ് ചെയ്തു. ഇപ്പോൾ ആ പോർട്ടലിൽ മാത്രമേ പേയ്മെന്റ് ചെയ്തുള്ളൂ. പൈസ ഓൾറെഡി സൈറ്റിൽ നിന്ന് പോയി, നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പോയി, ആ സൈറ്റിൽ നിന്ന് അവരുടെ കൺസേൺഡ് അക്കൗണ്ടിലേക്കും പോയി. പക്ഷെ ഇപ്പോഴും ഇവിടെ പോയിട്ടില്ല. KSmartൽ നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ടില്ല. KSmartന്റെ ബാങ്ക് അക്കൗണ്ട് നോക്കുമ്പോൾ അവിടെ പൈസ നിൽക്കുകയാണ്. ആക്ച്വൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി. അപ്പോൾ നമുക്ക് ഇനി KSmartലേക്ക് പേയ്മെന്റ് കൊണ്ടുവരണം. അതിനായിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ അറിയായിരിക്കും റിക്കവറി ഹെഡിലാണ് ഈ പൈസ കിടക്കുന്നത്. അപ്പോൾ റിക്കവറി ഹെഡിൽ പേയ്മെന്റ് ചെയ്യണം. ഈ റിക്കവറി സർവീസ് എപ്പോഴും അക്കൗണ്ടന്റിനെ ഓപ്പറേറ്ററായിട്ട് മാപ്പ് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത് കേട്ടോ. പിന്നെ കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എന്തായാലും എൻ്റെ ഓഫീസിൽ റിക്കവറി പേയ്മെന്റ് അക്കൗണ്ടിനെയാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അക്കൗണ്ടന്റ് പേയ്മെന്റ് റിക്കവറി പേയ്മെന്റിൽ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് ഒരു ഫയൽ എറൈസ് ചെയ്തിട്ട് ആ ഫയൽ ഓപ്പൺ ചെയ്തു. ഈ സർവീസിലേക്ക് എല്ലാവരെയും മാപ്പ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തിക്കൊള്ളാം. നെറ്റ് ബാങ്കിങ് വഴി ചെയ്ത ഈ പേയ്മെന്റ് KSmartൽ കൊണ്ടുവരാൻ പോവുകയാണ്. സാധാരണ റിക്കവറി ചെയ്യുന്ന പോലെ മുകളിൽ ജനറൽ ഫീച്ചർ മെനു ഒന്ന് റിക്കവറി പേയ്മെന്റ് സെലക്ട് ചെയ്തു. സോഴ്സ് ഓഫ് ഫണ്ട് MGNRE സെലക്ട് ചെയ്യാം. ട്രാൻസാക്ഷൻ ടൈപ്പ് റെമിറ്റൻസ് ഓഫ് എംപ്ലോയി റിലേറ്റഡ് റിക്കവറിയും, ഫങ്ഷൻസ് അക്കൗണ്ട്സും, ഫങ്ഷണൽ ഗ്രൂപ്പ് ഫിനാൻസ് മാനേജ്മെന്റും, ഇയർ 25-26, മന്ത് ഏത് മാസത്തെ റിക്കവറി ആണോ, ഇവിടെ അത് ജൂൺ ആണ്, അതും സെലക്ട് ചെയ്തോ. അക്കൗണ്ട് ഹെഡ് എന്ന ഭാഗത്ത് നിന്ന് റിക്കവറി നടത്തേണ്ട ഓരോ ഹെഡും സെലക്ട് ചെയ്ത് ആഡ് ചെയ്യണം. റിക്കവറി നടത്തി വെച്ചിട്ടുള്ള ഹെഡുകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇത് ആദ്യം EPF 350-13-02 എംപ്ലോയേഴ്സ് ലയബിലിറ്റി സെലക്ട് ചെയ്തു.
ആ ഹെഡിൽ റിക്കവറി നടത്തിയ 5400 രൂപ താഴെ ലിസ്റ്റ് ചെയ്യും. അത് സെലക്ട് ചെയ്ത് ആഡ് കൊടുത്തോ. വീണ്ടും അടുത്ത ഹെഡ് EPF 350 20 21 റിക്കവറി പേയബിൾ സെലക്ട് ചെയ്തു, അതിന്റെ തുകയും കൊടുത്തു. ഇനി 350 20 28 റിക്കവറി പേയബിൾ അതർ റിക്കവറി സെലക്ട് ചെയ്തു, ആഡ് ചെയ്തു. പേയി ഡീറ്റെയിൽസിൽ ഒരാളെ കൊടുത്താൽ മതി, കാരണം നെറ്റ് ബാങ്കിങ് വഴി നമ്മൾ ഓൾറെഡി കൊടുത്ത പേയ്മെന്റ് ആണ്. അതുകൊണ്ട് ഒരാളെ ആഡ് ചെയ്തോ. ഞാൻ തൽക്കാലം എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ഓഫീസ് എന്നുള്ള പേര് ആഡ് ചെയ്തു. റിമാർക്ക് കൊടുത്തോ. പേയ്മെന്റ് ഓർഡർ വെരിഫിക്കേഷൻ ആയിട്ട് HC അല്ലെങ്കിൽ JS ഫയൽ അയച്ചു. ഇനിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ. സാധാരണ റിക്കവറി പേയ്മെന്റ് ചെയ്യുന്ന പോലെ തന്നെ HC അല്ലെങ്കിൽ JS ലോഗിൻ ചെയ്തു. അവരെന്ത് ചെയ്തു? ഈ പേയ്മെന്റ് ഓർഡർ ഫയൽ വെരിഫൈ ചെയ്തു. നേരെ സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തു. സെക്രട്ടറി അത് അപ്രൂവ് ചെയ്തു. അപ്രൂവ് ചെയ്ത ഫയൽ നേരെ പ്രസിഡന്റിന് പോയി. പ്രസിഡന്റ് ഓതറൈസ് ചെയ്തു. ഓതറൈസ് ചെയ്തതിനു ശേഷം പേയ്മെന്റ് അടുത്ത അക്കൗണ്ടന്റ് ലോഗിനിലേക്ക് തിരിച്ചു വന്നു. ഇവിടെ ഒന്നുകൂടി ശ്രദ്ധിക്കുക. അക്കൗണ്ടന്റ് ലോഗിൻ ചെയ്തു. ഫയലിൽ നിന്ന് പേയ്മെന്റ് സെലക്ട് ചെയ്തു. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തു. ആ വ്യൂ സെലക്ട് ചെയ്തു. മോഡ് ഓഫ് പേയ്മെന്റ് ഇവിടെ നിങ്ങൾക്ക് അറിയാം, ഓൺലൈനായിട്ട് പേയ്മെന്റ് നെറ്റ് ബാങ്കിങ് കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ സെലക്ട് ചെയ്തു. ഓൺലൈൻ പേയ്മെന്റ് സെലക്ട് ചെയ്തു. അതിന്റെ ട്രാൻസാക്ഷൻ ഐഡിയ, ട്രാൻസാക്ഷൻ നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മൾ നേരത്തെ കണ്ട ID ഉണ്ടല്ലോ, ആ ID ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. സേവ് ചെയ്ത് ഫയൽ സബ്മിറ്റ് ചെയ്തു. സബ്മിറ്റ് ചെയ്താൽ ഇനി വെരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ വെരിഫയർ അപ്രൂവ് ചെയ്യുന്നു, വെരിഫയർ വെരിഫൈ ചെയ്യുന്നു, അപ്രൂവർ അപ്രൂവ് ചെയ്യുന്നു. അതോടുകൂടി റിക്കവറി പേയ്മെന്റ് നടപടിയും പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ MGNREസിന് സാലറിയിൽ നിന്ന് റിക്കവറി ചെയ്തിട്ട തുകകളെല്ലാം നമ്മൾ അതത് ഹെഡിൽ റിക്കവറി പേയ്മെന്റ് ചെയ്തു. ആദ്യം നമ്മൾ ലെഡ്ജർ പൈസ വന്നപ്പോൾ ലെഡ്ജർ കണ്ടു. ഇനിയിപ്പം പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലെഡ്ജറിൽ എന്ത് വ്യത്യാസമുണ്ടെന്ന് കാണാം. ലെഡ്ജർ പരിശോധിക്കുക. ഏതൊരു പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെഡ്ജർ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുന്ന ഒരു ശീലമാക്കി വയ്ക്കുക. നമ്മുടെ ലെഡ്ജർ റിപ്പോർട്ടിൽ കറക്റ്റായിട്ട് ഫിഗറുകൾ വന്നോ എന്ന് ചെക്ക് ചെയ്യാൻ അത് ഉപകരിക്കും. അപ്പോൾ ഇത് അക്കൗണ്ട് ലോഗിൻ ചെയ്യുന്ന റിപ്പോർട്ട്സിലെ ലെഡ്ജർ സെലക്ട് ചെയ്തോ. 350-13-02 എംപ്ലോയർ ലയബിലിറ്റി EPF സെലക്ട് ചെയ്ത് സെർച്ച് കൊടുത്ത് നോക്കിയേ. ഈ ഹെഡിലേക്ക് ഇപ്പോൾ 5400 നമ്മൾ രസീത് ചെയ്തപ്പോൾ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡെബിറ്റ് ആയി. ഇപ്പോൾ ലെഡ്ജർ ബാലൻസ് 0 നിൽക്കുന്നുണ്ട്. ഇതേപോലെ മറ്റെല്ലാ അക്കൗണ്ട് ലെഡ്ജർ ഹെഡുകളും ഒന്ന് പരിശോധിക്കുക. എല്ലാവരും വളരെ ബുദ്ധിമുട്ടായിട്ട് പറയുന്ന കാര്യമായിരുന്നു ഈ NRESന്റെ EPS. ഇപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ഐഡിയ ഉണ്ടായി കാണുമെന്ന് വിചാരിക്കുന്നു, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച്. ഒരു 1-2 തവണ വീഡിയോ ഒന്ന് കണ്ടു നോക്കുമ്പോൾ മനസ്സിലാവും. ഒരു തവണ ഒന്ന് ആക്ച്വൽ സൈറ്റിലും ചെയ്തു നോക്കുക. അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ കഴിഞ്ഞു എന്നാണ് വിശ്വാസം. മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.